നമസ്കാരം. ഇത് കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്നും 23/8/10 തിരിച്ച കേരളത്തിലേക്കുള്ള ഏക വണ്ടിയാണ്. തിരുവനന്തപുരത്തെത്തുന്ന ഏക വണ്ടി കേരള എക്സ്പ്രസ്. ഈ വണ്ടി 5 മണിക്കൂർ ലേറ്റായി തൃശ്ശൂരെത്തി. ഇതിൽ നിന്ന് തൃശ്ശൂർ ഇപ്പോഴൊരു അനൗൺസ്മെൻറ്റ് വന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ. നോക്കണേ ഒരു ദുസ്ഥിതി. 5 മണിക്കൂർ ലേറ്റാണ്. 9:50 തിരുവനന്തപുരത്തെത്തേണ്ട വണ്ടി തൃശ്ശൂരെത്തിയപ്പോൾ 5 മണിക്കൂർ ലേറ്റ്. ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂർ ലേറ്റായി മാത്രമേ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ. 23 വൈകുന്നേരം 8:30 തിരിച്ച വണ്ടി ഇതിനുള്ളിലുള്ള ആളുകളെ വളരെയേറെ കഷ്ടപ്പെടുത്തുകയാണ്. 12626 നമ്പറുള്ള ഈ വണ്ടിയിൽ ടോയ്ലറ്റുകൾ വളരെ ശോചനീയമാണ്. ഒരു ടോയ്ലറ്റിലും ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തുന്നതിനോ വാഷ് ബേസിനുകളിൽ ഒന്ന് മുഖം കഴുകുന്നതിനോ പറ്റാത്ത ദുസ്ഥിതിയാണ് ഈ കേരള എക്സ്പ്രസ്സിലുള്ളത്. ഇതിനുള്ളിൽ എത്ര ജീവിതങ്ങൾ, പരീക്ഷയ്ക്ക് പോകേണ്ടവർ, മരണത്തിന് പങ്കെടുക്കേണ്ടവർ, കല്യാണത്തിന് പങ്കെടുക്കേണ്ടവർ, കൊച്ചിൻ്റെ ചോറൂണ്, ശബരിമല എത്തേണ്ട എത്രയെങ്കിലും അയ്യപ്പ ഭക്തന്മാർ, കൂടാതെ ആളുകളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഉറ്റവരെയും ഉടയവരെയും കാണുന്നതിന് വേണ്ടിയും ഈ വണ്ടിയിൽ കയറിയ ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? റെയിൽവേ 2 മാസം മുമ്പ് ട്രെയിൻ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി കാത്തിരുന്ന് ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ഞങ്ങളോടാണോ പ്രതികാരം, അതോ മറ്റെന്തെങ്കിലും വേണ്ടിയാണോ? ഒന്നും അറിയില്ല. ഈ ദുസ്ഥിതി വളരെ ശോചനീയമാണ്, വളരെ കഷ്ടതയാണ്, വളരെ ക്രൂരതയാണ്. ഒരു സ്റ്റേഷനിൽ മാത്രം ജീവിക്കുന്നവരല്ല. ഒരു സ്റ്റേഷനിൽ നിന്നും അവിടെ നിന്ന് 32-42 മൈലുകൾക്കകലെയുള്ള വീടുകളിലേക്ക് പോകേണ്ടവരാണ് ഈ വണ്ടിയിലുള്ളത്. അവർക്ക് വേണ്ടി 9:50 എത്തുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വണ്ടികൾ, അവിടേക്ക് എത്തിച്ചേർന്ന അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഈ വണ്ടിയിലൂടെ അനുഭവിക്കുന്നത്. വണ്ടിയിലെ ശോചനീയാവസ്ഥ വളരെ അപാരമാണ്. ആഹാരം, നമ്മൾ അതിൽ നിന്ന് ആഹാരം കഴിക്കണമെങ്കിൽ വെറുതെ കാശ് കൊടുക്കാമെന്നുള്ളിടത്തല്ലാതെ രുചികരമായ ഒരു പദാർത്ഥം പോലും അതിൽ നിന്ന് കിട്ടില്ല. ഇത് കേരളത്തോടാണ് അവഗണന, അതോ ഇതിൽ കയറിയ ആളുകളെടുത്തുള്ള പ്രതികാരമാണോ എന്താണെന്നറിയില്ല. എന്തായാലും 5 മണിക്കൂർ ലേറ്റായ വണ്ടിയെ 1 മണിക്കൂർ കൂടി ഇവിടെ ഇട്ടിട്ട് ഇനി എപ്പോഴാണ് തിരുവനന്തപുരത്തെത്തുക? എല്ലാവരുടെയും ഉള്ളു പിടയുകയാണ്. അർദ്ധരാത്രി 9:30 എത്തേണ്ട വണ്ടി, അല്ലെങ്കിൽ 10 മണിക്ക് എത്തേണ്ട വണ്ടി ആ സമയത്ത് തിരുവനന്തപുരത്ത് ചെന്നിറങ്ങി 32ഓളം മൈലുകൾക്ക് അപ്പുറത്തുള്ള വീടുകളിലേക്ക് ഇവർ എങ്ങനെ യാത്ര ചെയ്യും? എല്ലാം ആരുടെ കയ്യിലാണ് ഇവരുടെ എല്ലാം ജീവനും സുരക്ഷിതത്വവും? വണ്ടി ഇവിടെ തന്നെ കിടക്കുകയാണ്. ഏറെ സമയം കഴിഞ്ഞു. ഇതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ വണ്ടി ഇനി ഇതുപോലുള്ള അനുഭവം മറ്റ് യാത്രക്കാർക്കുണ്ടാവാതിരിക്കാൻ അധികൃതരുടെ കണ്ണുകൾ തുറന്ന് ഇതിന് നല്ലൊരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്.